അപ്പൊ മമ്മി കുഞ്ഞിപ്പെണ്ണിനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അതാ കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ പൊട്ടിക്കാൻ പോവാണെന്നാണ് ഇവര് പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. കേട്ടോ മമ്മിയും കുഞ്ഞിപ്പെണ്ണും ഇവിടെയുണ്ട്. ഡൂഡ് ഇവിടെ ഭയങ്കര വണ്ടി ഓടിക്കല കേട്ടോ. കൂട്ടുകാരെ പറ. എങ്ങോട്ടാ പോവാ? എവിടെ പോവാ? എവിടെ പോവാ? അപ്പൊ സുഷി എത്തിയിട്ടുണ്ട്. സുഷി ഇതാണ് അപ്പൊ നമ്മുടെ കുഞ്ഞേച്ചി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞേച്ചി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാള്. അതെ, ഇതാണ് മൂത്തയാള്. പഴയന്ന് അപ്പൊ കൂട്ടുകാർ ഇന്ന് ഭയങ്കര സർപ്രൈസ് ഉള്ള ഒരു ദിവസം. സർപ്രൈസ് അല്ല, ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്താ സംഭവം എന്ന് വെച്ചാല് മമ്മിക്ക് അറിയുന്ന സംഭവം എന്താ സംഭവം? ആ കണ്ടോ ചിരിയാടെ. ഇവിടെ പപ്പയുടെയും മമ്മിയുടെയും കയ്യില് സംഭവം എന്താന്നൊക്കെ നമുക്ക് അറിയാം. നിങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്കും അറിയായിരിക്കും. അതെ, പക്ഷെ നിങ്ങൾക്കാണ് സർപ്രൈസ്. നിങ്ങൾ കാരണമാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. സംഭവം മനസ്സിലായില്ലേ? എന്താപ്പാ? കുഞ്ഞിപ്പെണ്ണല്ല, കുഞ്ഞിപ്പെണ്ണല്ല, വേറെ സംഭവം. അപ്പൊ മമ്മി കുഞ്ഞിപ്പെണ്ണിനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അതാ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പി. കുഞ്ഞിപ്പെണ്ണ് എന്തായാലും വന്നിട്ട് വേറെ വഴക്കം കാര്യമൊന്നുമില്ലായിരുന്നു. എല്ലാവരുടെ അടുത്ത് പോകണ്ട കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല അല്ലേ? ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണ് അപ്പൊ മമ്മീന്റെ അടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞേച്ചി ഇവിടെ കൈ കിട്ടും. സൂസി ഇവിടെ കൈയും കിട്ടും നോക്കിയിരിപ്പുണ്ട് കേട്ടോ. സർപ്രൈസ് നോക്കിയിരിക്കുന്നേ. പപ്പ ഇപ്പൊ വരും. എന്താക്ക പൊന്നു വണ്ടി ഓടിക്കുക. പൊന്നു ഡൂഡിനെ കൊണ്ട് വണ്ടി ഓടിക്കുക. എന്ത്? ഡൂഡ് ചോക്ലേറ്റ് തിന്നട്ടെ, നുന്നുവിന്റെ മേത്താവും. എന്റെ ദൈവമേ, നമ്മളെ കോഴി പോണ കണ്ടോ? കണ്ടോ? നമ്മുടെ പൂവൻ കോഴി ആട്ടോ അത്. പപ്പ എന്ത് ചെയ്യേ? പപ്പ ഇപ്പൊ വരും. താഴെ തുറന്ന് ഇത് എടുക്കണ്ടേ? ഡൂഡ് പപ്പയോട് പറയാമതാ. ഡൂഡ് പപ്പയെ വിളിച്ചിട്ട് വേണം സർപ്രൈസ്. പപ്പയെ ഞെട്ടിക്കാൻ പോയിക്കുവാ. പപ്പ പുറത്തു പോകാൻ വേണ്ടിട്ട് നിക്കുന്ന കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മളിപ്പം ഇന്നിപ്പം ഇത് കാണിക്കാന്ന് വിചാരിച്ചേ. പിന്നെ ഏത്തപ്പഴം. വന്നു. അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ പ്ലേ ബട്ടനാണ്. കുറെ നാൾ മുന്നേ വന്നതാണ്. ഒരു മാസം അല്ലേ? ഒരു മാസം മുന്നേ വന്ന കേട്ടോ. ഒരു മാസം മുന്നേ നമുക്ക് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് അൺബോക്സ് ചെയ്തില്ലായിരുന്നു. കാരണം നമ്മൾ അവിടെ ആയിരുന്നു. നമ്മൾ ഇപ്പോഴാണ് ഇവിടെ നാട്ടിൽ എത്തിയത്. അപ്പൊ ഔദ്യോഗികമായി പൊട്ടിക്കാൻ അൺലോക്ക് ചെയ്യാൻ പാടില്ല. സങ്കടായി പോയോ? അപ്പൊ ഞാൻ ചെയ്യാം. നമുക്ക് പ്ലേ ബട്ടൺ ഡൂഡിനും കൂടെ പൊട്ടിക്കാം. അപ്പൊ ഡൂഡ് വേണ്ട നമ്മുടെ പ്ലേ ബട്ടൺ പൊട്ടിക്കുന്നേ. എടാ അങ്ങനെ പൊട്ടിക്കല്ലടാ. എടാ അങ്ങനെ പൊട്ടിക്കല്ലേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. പ്ലേ ബട്ടൺ പ്ലേട്ടനല്ല, പ്ലേ ബട്ട. പ്ലേ ബട്ട. ഇപ്പുറത്തുണ്ട്. അപ്പൊ പൊട്ടിച്ചോണ്ടിരിക്കുക. കുഞ്ഞിപ്പെണ്ണാണോ? കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. എന്താ സംഭവം ഒന്നും പിടുത്തം കിട്ടുന്നില്ല. അത് പുറകോശാണോ? പിന്നാമ്പുറമാണോ? എന്നെ പിന്നാമ്പുറം കാണിക്കാം. അപ്പൊ കണ്ടോ നമ്മുടെ സിൽവർ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടി. ഹാപ്പി ടു അല്ല, ഡൂഡ് വിചാരിച്ചത് കേക്ക് ആയിരിക്കും വിചാരിച്ചത്. സംഭവം എന്താ വെച്ചാൽ അതിനകത്ത് ഫേസ് കാണട്ടോ. മിറർ പോലെ കേട്ടോ. ഈ യൂട്യൂബിന്റെ എംബ്ലം വരുന്ന ഭാഗത്ത് മിറർ പോലെ. അത് ഡൂഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ ഇതാണ്. പ്രസന്റഡ് ടു OK പൊന്മണി ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ്.
പിടിച്ചോണ്ടിരുന്നോ? അയ്യോ അപ്പൊ എന്താടി തോന്നുന്നേ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ ദൈവമേ, പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് എന്റെ പൊന്ന് പാവം കഷ്ടപ്പെട്ട് അങ്ങനെ ഏറ്റവും അവസാനം കരസ്ഥാക്കിയിരിക്കുന്നു. ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത് പൊന്നുമല്ലേ? അതെ. അപ്പൊ ശരിക്കും നമ്മുടെ ചാനൽ തുടങ്ങിയത് പൊന്നുവിന്റെ ആ ഒരു മനസ്സിൽ വന്ന ഒരു സ്പാർക്കാണ്. കാര്യം പറഞ്ഞാൽ പൊന്നു പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു. പൊന്നുനാണെങ്കിൽ മൊത്തം എന്താണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര മനസ്സിൽ സങ്കടം. ഡിപ്രഷൻ അല്ല, ബോറടിച്ച് അതന്നെ. അപ്പൊ ബോറടിച്ച പോലെയൊക്കെ ആയപ്പോ തുടങ്ങിയതാണ് നമ്മുടെ ചാനല്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ പൊന്നു എല്ലാ ദിവസവും പൊന്നു ഫുൾ പവർ നിന്നതിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നമുക്ക് നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ പ്ലേ ബട്ടൺ കിട്ടിയത്. അപ്പൊ എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കാണാനില്ലേ പിന്നെ നമുക്ക് ഇതൊക്കെ കിട്ടൂല്ലോ. നിങ്ങളുടെ സപ്പോർട്ടും നമ്മുടെ എന്താ പറയാ ഡെഡിക്കേഷനും എല്ലാം കൂടി ഒത്തുചേർന്നപ്പോ കിട്ടിയ ഒരു അവാർഡാണിത്. നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ദിവസം ഓരോ വീഡിയോ വരുന്ന എല്ലാവരും കളിയാക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും കളിയാക്കുന്നുണ്ട്. യൂട്യൂബ് അല്ലേ, ചുമ്മാ ഒരു വീഡിയോ ഇടണമെങ്കിൽ അവന് കുറെ കാശ് കിട്ടും, എന്ത് തോന്നിയാസം കാണിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ കളിയാക്കുന്നവർ ഒരു നിമിഷം ഒന്ന് ഓർക്കണം. ആ ഒരു വീഡിയോ ഔട്ട് വരണമെങ്കിൽ അതിന് ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. ഇവരാ ക്യാരവാനിൽ ഹാർഡ് വർക്കിനെ സംഭവിക്കുന്നിരിക്കട്ടെ. അതല്ല, ക്യാരവാനിൽ ജീവിച്ചിട്ട് അതിനകത്ത് താമസിക്കുന്നതിന്റെ സ്ട്രഗ്ലിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ആ ഒരു വീഡിയോ പിക്ചേഴ്സ് ഔട്ട് വരാനല്ലേ നല്ല സ്ട്രഗ്ലിംഗ് ഉണ്ട്. അപ്പൊ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഇപ്പൊ കൂട്ടുകാരെ നമുക്കിത് 1 lakh ആയപ്പോ കിട്ടിയതായിരുന്നു. പക്ഷെ നമ്മളിത് പൊട്ടിച്ചപ്പോ 2 lakh ആയി. അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. 2 lakhന് എന്താടാ? 2 lakh എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണേ? 2 lakhന് നമുക്ക് അടുത്ത ദിവസം ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ പറഞ്ഞാൽ മമ്മീന്റെ നല്ല കാളൻ കറി, പോർക്ക് കറി, അയലക്കറി എല്ലാം കുഞ്ഞു പെണ്ണ് അതല്ല അല്ലാണ്ട് ടിഷ്യൂ അല്ലേ. അതെന്താ ടിഷ്യൂ? പിന്നെ വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതൊക്കെ കാണിക്കാം. Do you remember your first subscriber, your 100 or your 1000 subscriber? Chances are you do, and we know that you will definitely remember your 1 lakh subscriber. And module, you are sincerely Neil Mohan, head of YouTube. ഒത്തിരി സന്തോഷമുണ്ട് കൂട്ടുകാരെ. ഇത് നമ്മുടെ എന്താ പറയാ കണ്ണ് കുത്തി പൊട്ടിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, റെക്കഗ്നൈസ് യുവർ ടീം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഡയമണ്ട് അല്ലേ, ഡയമണ്ട് ഒക്കെ എത്തണം അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് വേണ്ടത് 1 million ആണ്. 1 million സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ കൂടി വന്നാല് നമുക്ക് ഭയങ്കര പരിപാടി പുള്ളിട്ടോ. എങ്ങോട്ട് അപ്പൊ ക്ലീൻ ചെയ്യണ സാധനം കേട്ടോ ഇത്. ഈ ഒരു ടിഷ്യൂ ടൈപ്പ് സാധനം ഉണ്ട്. അതുകൊണ്ട് ഈ മിററിന്റെ ഭാഗം നല്ലോണം ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ കൈയൊക്കെ തൊട്ടാൽ ഫിംഗർ പ്രിന്റ് ഒക്കെ ആയിട്ട് വരും. അതൊക്കെ നമ്മുടെ നമ്മൾ എവിടെ വെക്കണം എന്ന് കൺഫ്യൂഷൻ ആട്ടോ. ശരിക്കും ഒന്നെങ്കിൽ ഇവിടെ വെക്കണം. അതായത് നമ്മുടെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ, ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ഇത് കുഞ്ഞച്ചീന്റെ അളിയന്റെ കല്യാണ ഫോട്ടോയും പിന്നെ ഡൂഡും. അത് അതിന്റെ സൈഡില് കുഞ്ഞിപ്പണിന്റെ ഒരു ഫോട്ടോയും പിന്നെ അപ്പുറം നമ്മുടെ പ്ലേ ബട്ടൺ കൂടെ വരണോ, അതോ നമ്മുടെ ഓഫീസ് റൂം പോലത്തെ ചെറിയൊരു റൂം ഉണ്ട്, ഒരു ചുമ്മാ ചെറിയൊരു സെറ്റപ്പ്. അപ്പൊ അത് അവിടെ വെക്കണമെന്ന് കൺഫ്യൂഷനാണ്. പൊന്നു പറഞ്ഞ ഹാളി വെക്കാനായിട്ട് പറയുന്നത്. ഇപ്പൊ കണ്ടെടുത്ത് ഇപ്പൊ പൊട്ടും. ചിരിച്ചങ്ങ് വായിക്കോ. ഞാൻ ചോദിക്കൂലല്ലോ. അപ്പൊ വന്നപ്പോ തൊട്ടേ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ മമ്മി, കുഞ്ഞേച്ചി, പപ്പ എല്ലാരും അങ്ങനെ കൈമാറിയിട്ടോ. ഞാൻ അപ്പൊ അവിടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തില് ഏത് സമയം ഉറക്കാട്ടോ. അത് സംഭവം എന്താ വെച്ചാൽ എന്റെ പൊന്നുവിന്റെ കയ്യിലൊക്കെ എടുക്കുമ്പോ വെച്ചാൽ ഞങ്ങൾ കുറച്ചിട്ട് മെലിഞ്ഞായതുകൊണ്ട് എല്ലൊക്കെ തട്ടും. അപ്പൊ അത്ര സുഖമായിരിക്കില്ല കയ്യില് കടക്കാൻ വേണ്ടിട്ട്. കുഞ്ഞിപ്പെണ്ണ് മമ്മീനെ മേത്താണെങ്കിൽ കടക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും. നമ്മുടെ മേത്ത് കടക്കുമ്പോഴാണേല് മൊത്തം നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാട്ടോ. ഇതെന്താന്നറിയ നിങ്ങക്ക്? നല്ല പോർക്ക് വരട്ടെ. ഇന്നലെ ഉണ്ടാക്കി തന്നെ കേട്ടോ നമുക്ക്. നമ്മൾ വരുമ്പത്തേക്കും പോർക്ക് നല്ല അയല പുളിമുളക്
നല്ല ചട്ടി ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ. ചട്ടി അയില. ചട്ടിയായില അല്ലടാ, നല്ല ചട്ടിയിൽ ഉണ്ടാക്കിയ അയില. മോരുകറി, കാളൻ. കണ്ടോ നമ്മുടെ ഇവിടെ ആട്ടോ മമ്മി ഒളിപ്പിച്ചേക്കുന്ന കറി കണ്ടോ, കാളൻ. അടിപൊളി വാഴൊക്കെ ഇട്ട് കാളൻ. എന്റെ മോനെ വെണ്ടയ്ക്ക തീയല് ഇങ്ങോട്ടെടുക്ക്. ഇതാണ് മോളെ വെണ്ടയ്ക്ക തീയല്. പിന്നെ അയില വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൊതുകാർ നമ്മളെ തീർന്ന്. മീൻകറി കാണിച്ചു. അയ്യോ നമ്മുടെ മമ്മി കഷ്ടപ്പെട്ട ഇന്നലെ വന്ന സമയത്ത് കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ എന്ത് പറഞ്ഞിട്ടാ മുറിക്കുന്ന കാണിച്ചേ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. സംഭവം എന്താന്ന് വെച്ചാല് നമ്മളാ പ്ലേ ബട്ടൺ പൊട്ടിച്ചപ്പോ ഡൂഡ് വിചാരിച്ചത് കേക്കാന്നാ. പൊട്ടിച്ച് നോക്കിയപ്പോ അതൊരു പ്ലേറ്റ് കൊടുത്തു. ഇല്ല, പൊന്നൂനാട്ടോ ഞൊണ്ണാൻ വിളിക്കുന്നത്. ആ പൊന്നൂന്റെ ബർത്ത്ഡേ ആന്ന് ഓർത്തിട്ടാണ് ഡൂഡ് അത് പൊട്ടിക്കാൻ നോക്കി. അത് നോക്കിയപ്പോ ഒന്നുമില്ല. അത് കണ്ടപ്പോ സങ്കടമായി പോയിട്ടോ. ഡൂഡും ഡിപ്രഷൻ ആയി പോയി പാവം. അതിന്റെ പേരിൽ അവനൊരു ചോക്ലേറ്റ് തിന്ന. ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടായ? അപ്പൊ നമ്മുടെ ഡൂഡുവിന് ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാട്ടോ. ഇങ്ങനെയൊക്കെ ആൾക്ക് ഇടയ്ക്ക്. അപ്പൊ എനിക്ക് സന്തോഷമാണ് കൂട്ടുകാരെ. അപ്പൊ നോക്ക്, എല്ലാ കറിയും എടുത്ത് നമ്മൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങും കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അവിടെ ഉറങ്ങുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ആയിട്ടുള്ളത്. കുഞ്ഞ് ചോറുണ്ടാത്തതിന് അവൻ പറയണതാ. പൊന്നു കറി. ഞാൻ കറി എടുക്കാൻ പോയി തന്നു കേട്ടോ. അപ്പൊ അവൻ പറയാണ് ഞൊന്നു ഇവിടെ വന്നിരുന്ന് ചോറ് കഴിച്ചേന്ന്. സംതൃപ്തി. ഇതിന് ഞാൻ മൊത്തം ചോറുണ്ട് തീരുന്ന വരെ പറഞ്ഞോണ്ടിരിക്കട്ടോ. എന്റെ കൂട്ടുകാരി ഇങ്ങനെ മോരുകറിയും ഇച്ചിരി പോർക്കിന്റെയും ഇച്ചിരി വെണ്ടക്കേന്റെ ഒരു കഷ്ണവും ഒരു അയല കഷ്ണം ഇങ്ങനെ എടുത്ത് മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ മുരിട്ടിട്ട് ഭയങ്കര രസമായിട്ട് കൂടിയാലേ. ഇടയ്ക്കിടയ്ക്ക് സംശയം ഇത് ആരാന്നുള്ളത്. മൊത്തം ചോറിന സാറേ. എന്റെ പൊന്നെ നൂറ് നിർത്തൂല. ഇനിയപ്പോ മൊത്തം കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞോണ്ടിരിക്കും. അയ്യോ ദൈവമേ. ഇങ്ങനെ ഓക്കെ.